ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ജെനീസ് ടോക്സ്. ഞാൻ ജനീഷ്. കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിനെ പറ്റിയും ബിഗ് ബില്യൺ ഡേയ്സ് സെയിൽസിനെ പറ്റിയും. നമ്മൾ എല്ലാവർക്കും തന്നെ ഒരുപാട് ഇഷ്ടമുള്ള, ഒരുപാട് ആഗ്രഹമുള്ള ഒരു കാര്യമായിരിക്കും ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ സ്വന്തമാക്കുക എന്നതല്ലേ. അപ്പോൾ നമ്മൾ പലർക്കും ഉള്ളത് ഒരു നോർമൽ ഫോണായിരിക്കും, ഒരു ബഡ്ജറ്റ് ഫോണായിരിക്കാം, അല്ലെങ്കിൽ ഒരു മിഡ് റേഞ്ച് ഫോണായിരിക്കാം. എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു തീർച്ചയായും ഉണ്ടാകുന്ന ഒരു ആഗ്രഹമാണ് എനിക്കൊരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് ഒരു മിഡ് റേഞ്ച് ഫോണിൻ്റെ വില കൊണ്ടോ അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് ഫോണിൻ്റെ വിലയിലോ നമ്മൾക്കൊക്കെ ഏറ്റവും പരിചിതമായ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ ഈ ബിഗ് ബില്യൺ ഡേയ്സിൽ അല്ലെങ്കിൽ ഈ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിൽ എങ്ങനെ സ്വന്തമാക്കാം എന്നതിനെപ്പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ്. ഒന്നാമതായി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഐഫോൺ 11ൻ്റെ വിലക്കുറവിനെ പറ്റിയുള്ള കാര്യമാണ്. ആമസോൺ, നിങ്ങൾക്കൊക്കെ അറിയാം, ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ ഈ മാസം 16-ാം തീയതി തുടങ്ങുകയാണ്. 16-ാം തീയതി പ്രൈം മെമ്പേഴ്സിന് മാത്രമാണ്. 17-ാം തീയതി മുതൽ ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ ഓപ്പൺ ആവുകയാണ്. അപ്പോൾ ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിൽ അവർ അനൗൺസ് ചെയ്തിരിക്കുന്നത് ഐഫോൺ 11 നിങ്ങൾക്ക് 50,000 രൂപ വിലയിലും കുറവിന് ലഭ്യമാക്കുന്നു എന്നാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും 50,000 രൂപയിൽ കുറവല്ലേ, അതൊരു വില കൂടുതലല്ലേ എന്ന്. ഒരിക്കലുമല്ല. കാരണം ഐഫോണിൻ്റെ നോർമൽ പ്രൈസ് ഇപ്പം 69,000 റുപ്പീസാണ്. വിത്ത് ഓൾ ഡിസ്കൗണ്ട്സ് യു വിൽ ബി ഗെറ്റിംഗ് ഇറ്റ് ഫോർ 62,000. അങ്ങനെ കിട്ടുന്ന ഫോൺ അതിൻ്റെ ക്യാമറയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഭയങ്കര സൂപ്പർ ക്ലാരിറ്റി, ഇടിവെട്ട് ക്ലാരിറ്റിയുള്ള 12 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറയാണ് അതിൻ്റെ ബാക്ക് സൈഡിലുള്ളത്. നിങ്ങൾക്കൊക്കെ അറിയാം ഐഫോണിൻ്റെ ക്യാമറയെ പറ്റി. അതുപോലെ A13 ബയോണിക് ചിപ്സെറ്റാണ് അത് യൂസ് ചെയ്യുന്നത്. 8 GB റാം ആൻഡ് 128 GB റോം ഉള്ള വേർഷൻ നിങ്ങൾക്ക് കിട്ടുന്നത് 49,999 രൂപയ്ക്കാവാനാണ് സാധ്യത. കാരണം ഇപ്പോഴും അവർ ആ പ്രൈസ് കൃത്യമായി അനൗൺസ് ചെയ്തിട്ടില്ല. 50,000-ൽ താഴെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ആമസോണിൽ നിങ്ങൾ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ HDFC ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ യൂസ് ചെയ്യുകയാണെങ്കിൽ സ്ട്രേറ്റ് അവേ നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റ് 10% ഡിസ്കൗണ്ട് നിങ്ങളുടെ പ്രൈസിൽ കിട്ടുന്നതാണ്. സോ ആ ഡിസ്കൗണ്ടും ചേർത്ത് നിങ്ങൾക്ക് ഒരു നല്ല വിലക്കുറവിൽ ഐഫോൺ 11 സ്വന്തമാക്കാനുള്ള ഒരു സുവർണ അവസരമാണ് ആമസോൺ നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാം ഐഫോൺ 12 അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അടുത്ത് തന്നെ ഐഫോൺ 12 പുറത്തിറങ്ങുന്നതാണ്. അപ്പോൾ തീർച്ചയായും ഐഫോൺ 11ൻ്റെ വില കുറച്ച് കുറയാനുള്ള സാധ്യതയുണ്ട്. അതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കാമെന്ന് തോന്നുന്നു. ഐഫോൺ ഇതുവരേക്കും നേരിട്ടൊരു സെയിൽസ്, അതായത് നേരിട്ടൊരു ഓൺലൈൻ സെയിൽസ് ഇന്ത്യയിൽ നടത്തിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഈ ദീപാവലി ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് ഐഫോൺ 11 പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഐഫോൺ 11ന് അവർ കൊടുത്തിരിക്കുന്ന വില 53,500, 53,499 റുപ്പീസാണ് അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ആ ഓഫറിൽ നിങ്ങൾ ആ ഫോൺ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് 14,999 റുപ്പീസ് വില വരുന്ന ഒരു ഇയർപോഡ് സെറ്റും നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടുന്നു അതിനോടൊപ്പം. അപ്പം എനിക്ക് തോന്നുന്നു ആമസോണിൽ നിന്ന് നമ്മൾ ഇത് 49,999 രൂപയ്ക്ക്, അതായത് 50,000 രൂപയ്ക്കോ ഈവൻ 49,000 രൂപയ്ക്ക് പോലുമോ ഐഫോൺ 11 വാങ്ങുന്നതിനേക്കാൾ ലാഭം ഈ ഐഫോണിൻ്റെ തന്നെ സൈറ്റിൽ പോയിട്ട്, അതായത് ആപ്പിളിൻ്റെ സൈറ്റിൽ പോയി അവിടെ നിന്ന് നമ്മൾ 53,500 രൂപയ്ക്ക് ഇതേ ഫോൺ വാങ്ങുകയാണെങ്കിൽ നമ്മൾക്ക് അതിനോടൊപ്പം തന്നെ ഒരു ഇയർപോഡ് കൂടി നമുക്ക് ഫ്രീ ആയി കിട്ടുന്നതാണ്. സോ 15,000 രൂപയുടെ ഇയർപോഡ് കൂടി നമുക്ക് കിട്ടും. അതിപ്പോൾ എത്ര ഡിസ്കൗണ്ടിലാണെങ്കിലും നമ്മളത് പുറത്തുനിന്ന് ആണെങ്കിൽ ഒരു 11,000 റുപ്പീസ് കൊടുക്കണം. സോ ആ 11,000 റുപ്പീസ് നമ്മൾ അതിൽ നിന്ന് കുറയ്ക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഐഫോൺ പിന്നെ കിട്ടുന്നത് ഏകദേശം ഒരു 42,000 രൂപയ്ക്ക് അല്ലെങ്കിൽ 43,000 രൂപയ്ക്കാണ്. അപ്പം നമുക്ക് ഭയങ്കര വിലക്കുറവ് എന്ന് തന്നെ വേണം അതിനെപ്പറ്റി പറയാം. അടുത്തത് ഫ്ലിപ്കാർട്ടിലെ ബിഗ് ബില്യൺ ഡേയ്സ് സെയിൽസിലൂടെ നമുക്ക് ലഭ്യമാകുന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് സാംസങ് ഗാലക്സി S20 എന്ന ഫോൺ. നിങ്ങൾക്കൊക്കെ അറിയാമല്ലേ ആ ഫോണിനെ പറ്റി. അതായത് സാംസങ്ങിൻ്റെ സ്വന്തം എക്സിനോർ 990 ചിപ്സെറ്റ് ഉപയോഗിക്കുന്ന, അതുപോലെ അതിൻ്റെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള മൊബൈൽ ഫോൺ ക്യാമറകളിൽ വെച്ച് വീഡിയോ ക്വാളിറ്റിയിൽ ദ ബെസ്റ്റ് എന്നറിയപ്പെടുന്ന ക്യാമറയുള്ള ഫ്ലാഗ്ഷിപ്പ് ഫോണാണ് നമ്മുടെ സാംസങ് ഗാലക്സി S20 ഈ ഫോണിന് ഇപ്പോൾ 83,000 MRP. ഇപ്പോൾ നിലവിൽ 78,000 രൂപയ്ക്കാണ് ഫ്ലിപ്കാർട്ടിലൂടെ അവർ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേ ഫോൺ നമുക്ക് ഈ ബിഗ് ബില്യൺ ഡേയ്സിൽ അവൈലബിൾ ആവുന്നത്, അതായത് സാംസങ് അതിൻ്റെ വിലയിട്ടിരിക്കുന്നത് 49,999 രൂപ, അതായത് 50,000 രൂപയാണ്. 50,000 രൂപയ്ക്ക് അത്തരത്തിലൊരു ഫോൺ കിട്ടുക എന്ന് വെച്ചാൽ അത് വളരെ വളരെ ലാഭകരമായ ഒരു ഡീലാണ്. എന്നാൽ അത് മാത്രമാണോ? അത് മാത്രമല്ല, ഫ്ലിപ്കാർട്ട് മറ്റൊരു ഓഫർ കൂടി തരുന്നുണ്ട്. ഫ്ലിപ്കാർട്ട് സ്മാർട്ട് അപ്ഗ്രേഡ് ഓഫർ.
അപ്പോൾ ഈ സ്മാർട്ട് അപ്ഗ്രേഡ് ഓഫറിലൂടെ നമ്മൾ ഈ ഫോൺ വാങ്ങുകയാണെങ്കിൽ, എന്താണ് സ്മാർട്ട് അപ്ഗ്രേഡ് ഓഫർ എന്ന് ചിലർക്കെങ്കിലും അറിയാമായിരിക്കും. ഒരു വർഷം നമുക്ക് ഈ ഫോൺ ഉപയോഗിക്കാം. ഒരു വർഷത്തിൻ്റെ അവസാനം നമ്മൾ ഈ ഫോൺ എക്സ്ചേഞ്ചിലൂടെ, അതായത് ഫോൺ എക്സ്ചേഞ്ച് ചെയ്ത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ മറ്റൊരു ഫോൺ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഈ ഫോണിൻ്റെ അപ് ടു 70% വില തിരിച്ചു തരുന്നതാണ് അവർ. അതായത് ഫോൺ നല്ല കണ്ടീഷനിലാണെങ്കിൽ 70% വിലയ്ക്ക് ആ ഫോൺ അവർ തിരിച്ചു വാങ്ങുന്നതാണ്. എന്നിട്ട് നമുക്ക് വേറൊരു ഫോൺ തരും. അത്തരത്തിലുള്ള ഒരു ഓഫറിലൂടെ നമ്മൾ വാങ്ങുകയാണെങ്കിൽ 30% സ്ട്രേറ്റ് അവേ അവർ ഡിഡക്റ്റ് ചെയ്യും. അതായത് 50,000 രൂപയുള്ള വിലയുള്ള ഫോണിന് 15,000 രൂപ നമ്മൾ അടയ്ക്കേണ്ട, വെറും 70% കൊടുത്താൽ മതി. അതായത് 35,000 രൂപ നമ്മൾ കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഒരു മെമ്പർഷിപ്പ്, അങ്ങനെ ഒരു പ്രോഗ്രാമിൽ നമ്മൾ പാർട്ടാകുന്നതിന് നമ്മളതിൻ്റെ പ്രോഗ്രാം ഫീ അടയ്ക്കണം 199 രൂപ. അതായത് കറക്റ്റായി പറയുകയാണെങ്കിൽ 35,198 രൂപ. അതാണ് കറക്റ്റായിട്ടുള്ള എമൗണ്ട്. അത്രയും എമൗണ്ട് അടച്ചുകൊണ്ട് നമുക്കൊരു സാംസങ് ഗാലക്സി S20 സ്വന്തമാക്കാനുള്ള ഒരു സുവർണ അവസരമാണ് ഇപ്പോൾ നമുക്ക് ഫ്ലിപ്കാർട്ട് തരുന്നത്, ബിഗ് ബില്യൺ ഡേയ്സിലൂടെ. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, തിരിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് തിരിച്ചു കൊടുക്കാനുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്നല്ലേ. തിരിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഫോണിൻ്റെ ആക്സസറീസും ബോക്സും എല്ലാം അടക്കം വേണം നമ്മൾ തിരിച്ചു കൊടുക്കാൻ. ഫോണിനെ നമ്മൾ നന്നായിട്ട് നോക്കണം. അതായത് ഫിസിക്കൽ ഡാമേജസ് ഒന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല. അവർ വരും, അവരുടെ ആൾ വന്ന് ഇത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഫോൺ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് സ്വിച്ച് ഓൺ ആയിരിക്കണം. അതുപോലെ നിങ്ങൾ അതിൻ്റെ റോം ചേഞ്ച് ചെയ്യാൻ പാടില്ല, ഒഫീഷ്യൽ റോം തന്നെയായിരിക്കണം അതിൻ്റെ ഉള്ളിലുണ്ടാവുന്നത്. അത്തരത്തിലുള്ള എല്ലാ ചെക്കുകളിലും അത് പാസ്സാവുകയാണെങ്കിൽ ഫോണിന് പുറത്തുനിന്ന് അധികം ഫിസിക്കൽ പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ അപ് ടു 70%, അതായത് നമ്മൾ കൊടുത്ത പൈസ തന്നെ നമുക്ക് തിരിച്ച് കിട്ടുന്നതാണ്. പൈസയായിട്ട് കിട്ടില്ല, നമുക്ക് അടുത്ത ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി പറയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ യൂസ് ചെയ്യുന്നതിന് ഒരു വർഷം യൂസ് ചെയ്യുന്നതിലേക്ക് നമ്മൾ ആകെ കൊടുക്കാൻ പോകുന്നത് 15,000 രൂപയാണ്. ഇപ്പം നിങ്ങളൊരു എക്സാമ്പിൾ നിങ്ങൾ വിചാരിക്കുക, നിങ്ങളൊരു സാംസങ് ഫോൺ വാങ്ങിച്ചു, അതായത് സാംസങ് ഗാലക്സി S20 ഇപ്പോഴത്തെ വിലയ്ക്ക്, അതായത് 78,000 രൂപയ്ക്ക് വാങ്ങിച്ച് ഒരു വർഷം കഴിഞ്ഞ് നിങ്ങളത് മറിച്ച് വെക്കുകയാണെങ്കിൽ മാക്സ് ടു മാക്സ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒരു 40,000 രൂപയാണ്. എല്ലാം നല്ല കണ്ടീഷനിൽ കൊടുത്താൽ. അതും നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ഓഫറിലൊന്നും കിട്ടത്തില്ല. നിങ്ങൾ പുറത്ത് എവിടെയെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് 40,000 രൂപ കിട്ടും. എക്സ്ചേഞ്ച് ഓഫറിൽ കൊടുത്താൽ നിങ്ങൾക്ക് ഒരു 25,000 26,000 രൂപ കിട്ടും. അത്രയും വിലക്കുറവാകുന്ന ഒരു സാഹചര്യം ഇപ്പം ഇത്തരത്തിലുള്ളൊരു ഓഫറിലൂടെ ഒഴിവാകുകയാണ്. അതായത് നിങ്ങൾക്ക് ആകെ നഷ്ടപ്പെടാൻ പോകുന്നത് വെറും 15,000 രൂപ മാത്രമാണ്. അതുമാത്രമോ, നമ്മളിപ്പോൾ സ്ട്രേറ്റ് അവേ അപ്രണ്ട് നമ്മൾ പേ ചെയ്യുന്നത് വെറും 35,200 രൂപ. 35,200 രൂപ കൊടുക്കുന്നു, നമ്മൾ ഈ ഫോൺ യൂസ് ചെയ്യുന്നു, ഒരു വർഷം കഴിഞ്ഞ് തിരിച്ചു കൊടുത്ത് നമ്മൾ വേറെ ഫോൺ വാങ്ങുന്നു. അപ്പോൾ നിങ്ങൾ ഒരു ഫ്ലാഗ്ഷിപ്പ് മൊബൈൽ ഇഷ്ടപ്പെടുന്നയാളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല അവസരമാണ് ഇത്തരത്തിലൊരു മൊബൈൽ വാങ്ങാൻ. ഇനി ഒരു വർഷം കഴിയുമ്പം നിങ്ങൾ ഈ മൊബൈലിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ മനസ്സില്ലെങ്കിൽ ഈ ആദ്യം മാറ്റിവെച്ച 30% എമൗണ്ട് ഉണ്ടല്ലോ, ആ സമയത്ത് നിങ്ങളത് പേ ചെയ്യേണ്ടി വരും. അതായത് 15,000 രൂപ നിങ്ങൾ ഫ്ലിപ്കാർട്ടിന് പേ ചെയ്യേണ്ടി വരും. അതുമാത്രമല്ല, ഇത്തരത്തിലുള്ള ഒരു ഓഫർ അവൈൽ ചെയ്യാൻ നിങ്ങൾ ഒരു ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട്, ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ഫുൾ പേയ്മെൻറ്റ് EMI വഴി ആയിരിക്കണം ഈ ഫോൺ വാങ്ങുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ബജാജ് ഫിൻസർവിൻ്റെ EMI വഴിയായിരിക്കണം. ഈ രണ്ട് ഓപ്ഷനിലൂടെ വാങ്ങുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഓഫർ ലഭ്യമാവുകയുള്ളൂ എന്നത് തീർച്ചയായും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിലൂടെ നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മുടെ ഈ വർഷത്തെ സ്നാപ്ഡ്രാഗൻ്റെ ഫ്ലാഗ്ഷിപ്പ് ചിപ്പായിരുന്നു ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 865 അല്ലേ. ആ 865 ചിപ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഫ്ലാഗ്ഷിപ്പ് ഫോൺ നിങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ, അതായത് 30,000 രൂപയ്ക്കും താഴെയുള്ള ഒരു വിലയിൽ ലഭ്യമാക്കുകയാണ് ഫ്ലിപ്കാർട്ട്. ഏതാണെന്നല്ലേ, IQ3 എന്ന് പറയുന്ന ആ ഫ്ലാഗ്ഷിപ്പ് ഫോൺ, അതായത് സ്നാപ്ഡ്രാഗൺ 865 യൂസ് ചെയ്തുകൊണ്ടുള്ള ഫ്ലാഗ്ഷിപ്പ് ഫോൺ ഇപ്പോൾ നിലവിൽ അതിൻ്റെ വില 34,990 രൂപയാണ്. 5,000 രൂപ വിലക്കുറവിൽ 29,990 രൂപയ്ക്ക്, അതായത് ഓൺ ആൻ ആവറേജ് 30,000 രൂപയ്ക്ക് നമുക്ക് ബിഗ് ബില്യൺ ഡേയ്സിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങാൻ കഴിയുന്നതാണ്. അതുമാത്രമല്ല, ബിഗ് ബില്യൺ ഡേയ്സിൽ നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ ബാങ്ക് ഓഫേഴ്സ് അവൈലബിൾ ആണ്. അതായത് ഫ്ലിപ്കാർട്ടിൽ നിങ്ങളൊരു SBI ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് വാങ്ങുന്നതെങ്കിൽ ഇൻസ്റ്റൻറ്റ് 10% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ 30,000 രൂപയുള്ള ഫോൺ, അതായത് ഇപ്പോൾ നിലവിൽ 34,990 രൂപയുള്ള ഫോൺ 5,000 രൂപ ഡിസ്കൗണ്ടിൽ 30,000-ന് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഫോൺ ഇനിയും ഒരു 10% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതായത് ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ നിങ്ങൾക്ക് ഒരു മിഡ് റേഞ്ച് ഫോണിൻ്റെ വിലയ്ക്ക് വീണ്ടും ഇവിടെയും ലഭ്യമാവുകയാണ്. ഇനി എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു ഓഫർ കൂടി നമ്മുടെ ഫ്ലിപ്കാർട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. എന്താണെന്നല്ലേ, LG എന്ന് പറയുന്ന കമ്പനി ലാസ്റ്റ് ഇയർ ഫ്ലാഗ്ഷിപ്പ് ചിപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയ ഫോണായിരുന്നു. ലാസ്റ്റ് ഇയർ ഫ്ലാഗ്ഷിപ്പ് ഫോൺ ചിപ്പ് എന്ന് പറഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 855.
സ്നാപ്ഡ്രാഗൺ 855 ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ തന്നെയായിരുന്നു LG G8X. LG G8Xൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അതൊരു ഡ്യുവൽ സ്ക്രീൻ ഫോണാണ്. അതായത് മടക്കി വെച്ച ഫോൺ നൂർത്തുമ്പോൾ 2 സ്ക്രീനുള്ള ഒരു ഫോണാണ്. G8Xൻ്റെ MRP ഏകദേശം 78,000 രൂപയും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് 54,000 രൂപയ്ക്കുമാണ്. എന്നാൽ ഫ്ലിപ്കാർട്ട് സ്ട്രേറ്റ് അവേ അനൗൺസ് ചെയ്തിരിക്കുകയാണ് അവരുടെ ബിഗ് ബില്യൺ ഡേയ്സിൽ ഈ ഫോൺ 19,990 രൂപയ്ക്ക് ലഭ്യമാക്കുമത്രേ. അതായത് വെറും 20,000 രൂപയ്ക്ക്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാങ്ക് ഓഫർ 10% ഉണ്ട്, മറക്കണ്ട. ആ 2,000 രൂപ കൂടി കുറഞ്ഞാൽ 18,000 രൂപയ്ക്ക് സ്നാപ്ഡ്രാഗൺ 855 ഉപയോഗിച്ചുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ സ്വന്തമാക്കാനുള്ള ഒരു സുവർണ അവസരമാണ് നിങ്ങൾക്കുള്ളത്. സോ അത് മറക്കാതെ നോക്കണം. ഇത്തരത്തിലുള്ള ഫോണുകൾ വളരെ ലിമിറ്റഡ് നമ്പേഴ്സ് മാത്രമേ അവൈലബിൾ ആയിരിക്കൂ എന്നത് നിങ്ങൾ മറക്കണ്ട. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ നോക്കിയിരുന്ന് നിങ്ങളൊരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ പ്രേമിയാണെങ്കിൽ വാങ്ങാൻ മറക്കുകയേ ചെയ്യരുത്. അപ്പോൾ ഞാൻ ഇത്തരത്തിലുള്ള ഫ്ലാഗ്ഷിപ്പ് ഫോണുകളെ പറ്റി പറഞ്ഞു. ഇതിൽ പല ഫ്ലാഗ്ഷിപ്പ് ഫോണുകളും ഒരു മിഡ് റേഞ്ച് ഫോണിൻ്റെ വിലയ്ക്കും ചിലതൊക്കെ ഒരുപക്ഷെ ലോ ബഡ്ജറ്റ് ഫോണിൻ്റെ വിലയ്ക്കും, അതായത് LGയെ പറ്റി ഞാൻ പറഞ്ഞു. LGയുടെ G8X എന്ന ഫോൺ ഏകദേശം 18,000 രൂപയ്ക്ക്, അതായത് ഒരു ലോ എൻഡ് ഫോണിൻ്റെ വിലയ്ക്ക് നമുക്ക് അവൈലബിൾ ആണ് അല്ലേ. അപ്പം നിങ്ങൾ വിചാരിച്ചേക്കും അയ്യോ എൻ്റെ ബഡ്ജറ്റ് ഒരു 10,000 താഴെയാണ്, അപ്പം ഞാൻ എന്ത് തരം ഫോൺ വാങ്ങിക്കും. അത്തരത്തിലുള്ള ഒരുപാട് ഓഫറുകളും ഇന്ന് നമ്മുടെ ബിഗ് ബില്യൺ ഡേയ്സിലൂടെ അവർ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സാംസങ്ങിൻ്റെ സാംസങ് F41 64 GB ആൻഡ് 6 GB റാം എന്ന ഓപ്ഷൻ, ആ ഫോൺ ഇത്തരത്തിലുള്ള സ്മാർട്ട് ബൈബാക്ക് ഓഫറിലൂടെ അതല്ലെങ്കിൽ സ്മാർട്ട് അപ്ഗ്രേഡ് ഓഫറിലൂടെ ഫ്ലിപ്കാർട്ട് വിൽക്കുന്നു. അതിൻ്റെ വില എത്രയാണെന്നല്ലേ. നിലവിൽ ആ ഫോൺ അവർ വിൽക്കുന്നത്, അതായത് സാധാരണ നോർമൽ പ്രൈസിങ് ഓഫ് ദ ഫോൺ ഈസ് 16,999 രൂപ, അതായത് 17,000 രൂപയ്ക്കാണ് നിലവിൽ ആ ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. ആ ഫോൺ തന്നെ ഈ ബിഗ് ബില്യൺ ഡേയ്സിൽ വരുമ്പോൾ അത് 15,499 രൂപയാണ്. അതായത് 17,000 രൂപ എന്നുള്ളത് 1,500 രൂപ കുറഞ്ഞ് 15,500 രൂപയ്ക്കാണ് ബിഗ് ബില്യൺ ഡേയ്സിൽ അവർ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. മറക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഈ ഫോണിനും ഈ സ്മാർട്ട് അപ്ഗ്രേഡ് ഓഫർ, ഫ്ലിപ്കാർട്ട് സ്മാർട്ട് അപ്ഗ്രേഡ് ഓഫർ അവർ ആപ്ലിക്കബിൾ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് വേണമെങ്കിൽ 30% വിലക്കുറവിൽ ആ ഫോൺ വാങ്ങിക്കാവുന്നതാണ് ഇപ്പോഴത്തെ ഒരു വലിയ വസ്തുത. കാരണം 15,500 രൂപയുടെ 30% കുറച്ച് ബാക്കി 70% മാത്രം കൊടുത്ത് നമുക്ക് ആ ഫോൺ ഇപ്പോൾ വാങ്ങാവുന്നതാണ്. അതായത് 4,650 രൂപ കുറച്ച്. അതുപോലെ ഇതിൻ്റെ ഒരു പ്രോഗ്രാം ഫീ ആയി 11 രൂപ നമ്മൾ എക്സ്ട്രാ അടയ്ക്കണം. അപ്പം നമുക്ക് ഏകദേശം 10,860 രൂപയ്ക്ക് ഈ ഫോൺ നമുക്ക് ലഭ്യമാണ്. 10,860 രൂപ കൊടുത്ത് നമുക്ക് ഈ ഫോൺ ലഭ്യമാകുമ്പോൾ തീർച്ചയായും നമ്മുടെ ബാങ്ക് ഓഫർ 10% അതിൽ അഡീഷണലായിട്ട് നമുക്ക് ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫോൺ എക്സ്ചേഞ്ച് കൊടുക്കാനുണ്ടെങ്കിൽ ആ എക്സ്ചേഞ്ചിൻ്റെ ഓഫർ വരുന്നതാണ്. അപ്പം ചുരുക്കി പറഞ്ഞാൽ മിനിമം 10,000 രൂപയ്ക്ക് താഴെ ഈ സാംസങ് F41 എന്ന മിഡ് റേഞ്ച് ഫോൺ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അപ്പം നിങ്ങളൊരു ലോ എൻഡ് ഫോൺ വാങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളാണെങ്കിൽ ഇത്തരത്തിലുള്ള സാംസങ്ങിൻ്റെ മിഡ് റേഞ്ച് ഫോണുകളും നിങ്ങൾക്ക് വാങ്ങാൻ കഴിയുന്നതാണ്. അതുമാത്രമോ, നിങ്ങൾ ഏകദേശം 1 വർഷമാകുന്ന സമയത്ത് ഈ ഫോൺ തിരിച്ചു കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമല്ലോ. ആ തിരിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അഷ്വേർഡ് ബൈബാക്ക് പ്രൈസ്, അതായത് 70% ഓഫ് ദ ഫോൺ പ്രൈസ്, നിങ്ങൾ കൊടുക്കുന്ന ഈ 70% നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അതായത് നിങ്ങൾക്ക് ആ സമയത്ത് ബാക്കി പൈസ കൂടെ കൊടുത്ത് വേറെ ഒരു ഫോണിലേക്ക് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് മൊത്തത്തിൽ എത്രയാണ് നഷ്ടം വരുന്നതെന്നല്ലേ, വെറും 30%. 30% വില മാത്രമാണ് ഒരു വർഷത്തിൽ നിങ്ങൾക്ക് നഷ്ടമാവുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഓഫറുകളെ പറ്റി നിങ്ങൾ തീർച്ചയായും ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ ഒന്ന് കയറി നോക്കണം. മറക്കാതിരിക്കുക, ഫ്ലിപ്കാർട്ടിലെ ബിഗ് ബില്യൺ ഡേയ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് നാളെയാണ് പ്ലസ് മെമ്പേഴ്സിന്. അതായത് 15-ാം തീയതി ഉച്ചയ്ക്ക് 12 മണി മുതൽ പ്ലസ് മെമ്പേഴ്സിന് അതിൽ ആക്സസ് ഉണ്ടാവും. 16-ാം തീയതി മുതൽ എല്ലാ മെമ്പേഴ്സിനും ആക്സസ് ഉണ്ടാവും. അതുപോലെ ആമസോണിൽ 16-ാം തീയതി മുതൽ പ്രൈം മെമ്പേഴ്സിന് ആക്സസ് ഉണ്ടാവും. 17-ാം തീയതി മുതൽ എല്ലാവർക്കും ആക്സസ് ഉണ്ടാവും. ഇത്തരത്തിലുള്ള ഫ്ലാഗ്ഷിപ്പ് ഫോണുകളുടെ സ്റ്റോക്ക് ലിമിറ്റഡ് ആയിരിക്കാനാണ് ചാൻസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഏതെങ്കിലും ഒരു ഫോൺ വാങ്ങണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും നോക്കിയിരിക്കുകയും തുടങ്ങുന്ന സമയത്ത് തന്നെ അത് വാങ്ങുകയും ചെയ്യുക എന്നതാണ് ഇത്തരത്തിൽ വിലക്കുറവിൽ ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ സ്വന്തമാക്കാനുള്ള ഒരു ടെക്നിക്ക്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കട്ടെ. വീണ്ടും ഇത്തരത്തിലുള്ള ഒരു വീഡിയോയുമായി കാണുന്നത് വരെ ബായ്.